മോളെ, അവന് ഒരു ചീത്ത നിന്നിൽ നിന്ന് കാണുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നിന്നിൽ നിന്ന് കാണുന്നതെല്ലാം നല്ലതായിരിക്കണം. ഒരു ചീത്ത കാണുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കരുത്. വലാ യശുമ്മു മിൻക ഇല്ലാ അത്യബ റീഹ്, ഒരിക്കലും ഒരു ദുർഗന്ധം നിന്നിൽ നിന്ന് അവൻ കേൾക്കുകയോ വാസനിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ആലോചിച്ചു നോക്കൂ, കണ്ണും മൂക്കും സുപ്രധാനമായ അവയവങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത അവയവം. ആ അവയവം ഒരു സ്ത്രീ പ്രദർശിപ്പിക്കേണ്ടത് എപ്രകാരമായിരിക്കണമെന്നതാണ് ഉമ്മ മകളെ പഠിപ്പിക്കുന്ന പാഠം. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ് എന്ന് നമുക്കറിയാം. ആലോചിച്ചു നോക്കൂ, ആരുടെയും ചിന്ത നല്ലത് കാണുന്നിടത്ത് നോക്കുമെന്നതാണ്. നോക്കരുത് എന്ന കൽപ്പന ഉണ്ടെങ്കിൽ പോലും സ്ത്രീയായാലും പുരുഷനായാലും നോക്കും. ശരി, നോക്കുന്നതിനാരാണ് കുറ്റക്കാരൻ? പലപ്പോഴും സമൂഹവും മാധ്യമങ്ങളും ഒക്കെ ചിത്രീകരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും. സ്ത്രീ പീഡനം, സ്ത്രീയെ അപമാനിച്ചു, സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, സ്ത്രീയെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന വലിയ വലിയ വാർത്തകൾ നാം വായിക്കാറുണ്ട്. ആ വാർത്തകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ചിന്തിച്ചു നോക്കൂ, പുരുഷൻ മാത്രമാണോ ഇത്തരം പീഡനങ്ങളുടെ കുറ്റക്കാരൻ? പുരുഷൻ മാത്രമാണോ ഇത്തരം കേസുകളുടെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരിക്കലുമല്ല. ചരിത്രം നമുക്കറിയാം, സംഭവങ്ങൾ നമുക്കറിയാം. ഒരിക്കലുമല്ല. മറിച്ച് സ്ത്രീകൾക്കും അതിൻ്റെതായ പങ്കുകളുണ്ട് എന്നതാണ് സത്യം. നോക്കൂ, നിങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമികമായ സംസ്കാരവും രീതിയും വസ്ത്രവും ഒക്കെ പരിപാലിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതിന് പകരം താൻ ഏതെങ്കിലും പരസ്യ പലകകളിലെ പാഠമായി അവയിലുള്ള വസ്ത്രങ്ങളും അവരൊക്കെ തുന്നിയുണ്ടാക്കുന്ന പുതിയ പുതിയ ഫാഷൻ ഡിസൈനുകളുടെ ആളുകളായി മാറുമ്പോൾ സ്വാഭാവികമായും പുരുഷൻ നോക്കുന്ന അവസ്ഥ വരുന്നു. തടയണം, നോക്കരുത് എന്ന കൽപ്പനയുണ്ട്. പക്ഷേ നോക്കാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണമെന്നത് സ്ത്രീയോടും കൂടി കൽപ്പനയുണ്ട്. പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടുകയോ അതിലേക്ക് ആളുകൾ എത്താതിരിക്കുകയോ ചെയ്യുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് കാണുന്നത് നല്ലതല്ല എങ്കിൽ നല്ലത് കാണുന്നിടത്തേക്ക് നോക്കുന്ന ഒരവസ്ഥയുണ്ടാകും. നാം അറിയണം, ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്, ഉണ്ടാകാൻ പാടില്ല. തന്നിൽ നിന്ന് വരുന്നത് സുഗന്ധമല്ല ദുർഗന്ധമാണെങ്കിൽ സുഗന്ധമുണ്ടാകുന്ന സ്ഥലത്തേക്ക് ഭർത്താവ് സുഗന്ധവും തേടിപ്പോയി എന്ന് വന്നേക്കാം. അത് പോകാതിരിക്കണമെങ്കിൽ താൻ തന്നെ സുഗന്ധമുള്ളവളാകണം, താൻ തന്നെ നല്ല കാഴ്ചയുള്ളവളാകണം. അതാണ് വേണ്ടത്. സൗന്ദര്യമെന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം. ഒരിക്കലും ഏതെങ്കിലും പ്രത്യേകമായ അടിസ്ഥാന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലല്ല സൗന്ദര്യം എന്നത്. ഇവിടെ ഒരുപക്ഷെ ഇത് പറയുമ്പോൾ പലപ്പോഴും പറയും, ഞാൻ കറുത്ത കളറാണ്, ഞാൻ വിരൂപിയാണ്. അതൊക്കെ നിങ്ങളുടെ ഭാഷയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടുകാരൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ കറുത്തവളാണെന്നറിഞ്ഞിട്ടും നിങ്ങളെ തിരഞ്ഞെടുത്തത് കറുത്തത് മുത്താണ് എന്ന നിലക്ക് തന്നെയാണ്. സൗന്ദര്യം കളറല്ല എന്ന് നാം അറിയണം. അത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. സൗന്ദര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബാഹ്യമായ ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളല്ല എന്ന് നാം അറിയണം. മറിച്ച് സൗന്ദര്യം മനസ്സിലാണുള്ളത്. മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം. അത് വിശ്വാസത്തിൽ ശുദ്ധി നേടിയവർക്ക് മാത്രമേ ആ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാനാവുകയുള്ളൂ. നിങ്ങൾ ഇവിടെ കേട്ടതും മനസ്സിലാക്കിയതുമാണത്. അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം. ആ ഒരവസ്ഥയിലേക്ക് നാം എത്തിയെങ്കിൽ മാത്രമേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പലപ്പോഴും ആളുകൾ പറയാറുള്ളത് സമ്പത്തും അതുപോലെ തന്നെ ശാരീരികമായ അവസ്ഥകളുമാണ് ജീവിതത്തിന് സമാധാനം നൽകുന്നത് എന്നാണ്. ഒരിക്കലുമല്ല. ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന്, ഏറ്റവും സമ്പന്നമായ കുലീനതയുള്ള തറവാടിത്തമുള്ള നാട്ടിൽ പെരുമയുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ കുറിച്ച്. ആരായിരുന്നു സുബൈറിന്റെ ജീവിതത്തിലെ കൂട്ടുകാരി എന്ന് നിങ്ങൾക്കറിയില്ലേ? അബൂബക്കർ സിദ്ദീഖിന്റെ പുത്രി അസ്മ. ആരാണ് അബൂബക്കർ സിദ്ദീഖ്? രണ്ടാമത്തെ ഖലീഫ. പ്രവാചകന്മാർക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ അല്ലേ? ധനാഢ്യനായിരുന്നു അദ്ദേഹം, ഭരണാധികാരിയായിരുന്നു, സ്വാധീനമുള്ളവനായിരുന്നു, കുലീനതയുള്ളവനായിരുന്നു, തറവാടുള്ളവനായിരുന്നു അല്ലേ? ഈ കുടുംബത്തിൽ നിന്ന് വന്ന അസ്മ, അവൾ കുബേരയായി ജീവിച്ച അസ്മയാണ്. ആ അസ്മ ജീവിതത്തിലേക്ക് കൂട്ടുകാരനായി അസ്മാക്ക് വരുന്നത്
പറയുന്നത് ആരാണെന്നോ? സുബൈർ ഇബ്നു അവാം. സുബൈർ ഇബ്നു അവാം ഒരു സാധാരണ മനുഷ്യൻ. ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ ചരിത്രം നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ സാധിക്കും പിന്നീടുള്ള അവസ്ഥ എന്താകുന്നു എന്ന്. സുബൈർ ഇബ്നു അവാമിന്റെ കുതിരകളെ പോറ്റാൻ അബൂബക്കർ സിദ്ദീഖ് എന്ന കുബേരനായ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് വന്ന അസ്മ എന്ന മകൾ, ആലോചിച്ചു നോക്കൂ, ആ മദീനയിലെ പല പ്രദേശങ്ങളിലുമുള്ള ഈത്തപ്പനത്തോട്ടങ്ങളിൽ പോയി തൊണ്ടുകൾ ശേഖരിച്ച് തന്റെ തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് ആ സുബൈർ ഇബ്നു അവാമിന്റെ കുതിരയെ പോറ്റി എന്ന് അസ്മാ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇവിടെ നാം മനസ്സിലാക്കുക, ഇതാണ് മനസ്സിന്റെ ഇണക്കം, മനസ്സിന്റെ സൗന്ദര്യം. അതാണ് നാം ഗ്രഹിക്കേണ്ടത്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അമ്മൽ ഖാമിസതു വസ്സാദിസ, അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യം അവന്റെ ഉറക്കത്തെക്കുറിച്ച്, ജീവിതത്തിലെ കൂട്ടുകാരന്റെ ഉറക്കത്തെക്കുറിച്ചും അവന്റെ ഭക്ഷണത്തെക്കുറിച്ചും നിനക്ക് ബോധമുണ്ടാകണം. കാരണം വിശപ്പെന്ന് പറയുന്നത് ഒരു ജ്വാലയാണ്. ആ ജ്വാല വരാതിരിക്കാൻ നീ പരിശ്രമിക്കണം. ഉറക്കമെന്ന് പറയുന്നതാകട്ടെ മനുഷ്യന് വല്ലാതെ ഉറക്കമൊഴിക്കുക എന്നത് മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മോളെ, നിന്റെ കാരണമായി, നീ കാരണമായി ഒരിക്കലും അവൻ വിശക്കുകയോ അവൻ ഏതെങ്കിലും രൂപത്തിൽ ഉറക്കമൊഴിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകരുത്. നീ അത് രണ്ടും ശ്രദ്ധിക്കണം. ആലോചിച്ചു നോക്കൂ, വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യം. ഏഴാമത്തെയും എട്ടാമത്തെയും കാര്യം അവന്റെ സമ്പത്തിനെ കുറിച്ച് നിനക്ക് നല്ല ബോധമുണ്ടാകണം. അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നീയാണ്. ഭർത്താവിന്റെ സമ്പത്തിനെ കാത്തു സൂക്ഷിക്കുന്ന, പണം കാത്തു സൂക്ഷിക്കുന്ന, ചെലവുകളെ നിയന്ത്രിക്കുന്ന, അല്ലേ എന്ന് പറഞ്ഞതാണ്. വീടിനെ നിയന്ത്രിക്കുന്ന, വീട്ടിലെ ചിലവിനെ നിയന്ത്രിക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്കുണ്ടാകണം. അറിയണം, എന്റെ ഭർത്താവിന്റെ പണം അദ്ദേഹം പ്രയാസപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്നതാണ്, അത് വെറുതെ ചെലവഴിക്കരുത് എന്ന ചിന്ത. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച്, മാതാവിനെ കുറിച്ച്, സഹോദരന്മാരെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, അവരെ കുറിച്ച് ചോദിക്കുന്ന, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാകാൻ നിനക്കാവണം. ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ ഇതൊക്കെ ആവശ്യമാണല്ലോ, വിശദീകരിക്കേണ്ടതില്ല. ഒമ്പതാമത്തെയും പത്താമത്തെയും കാര്യം മോളെ, ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഒരു കൽപ്പനയെ നിനക്ക് ധിക്കരിക്കേണ്ടി വരരുത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഒരു രഹസ്യം നീ ആളുകളുടെ മുമ്പിൽ പരസ്യമാക്കരുത്. രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്, വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമായ വിഷയം. ഇതാണ് ഇസ്ലാമികമായ അടിത്തറ. ഇവിടെ നിന്ന് ഇതാരംഭിച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രൂപത്തിൽ വിവാഹത്തലേ ദിവസം വിളിച്ചു വരുത്തി സ്വന്തം മകളോട് ഇങ്ങനെ 10 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന മാന്യയായ ഒരു മാതാവ്, ആ മാതാവാകാൻ നമുക്ക് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണം. അവിടെ നിന്നാണ് നാം തുടങ്ങേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇനി സമാധാനമായി എൻ്റെ മകൾ എൻ്റെ ഉപദേശം കേട്ടു, ശ്രവിച്ചു, ബോധ്യമായി, അവൾ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്, മറ്റൊരു ജീവിതം തുടങ്ങുകയാണ്, മറ്റൊരു വീടുണ്ടാക്കി തുടങ്ങുകയാണ്. അവിടെ ഈ രൂപത്തിലുള്ള സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ അവൾക്ക് സാധിക്കും. ഇത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നാം മാറ്റിവെക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയട്ടെ എന്ന് വിചാരിച്ചു നാം മാറ്റിവെക്കരുത്. ഈ ഒരു രൂപത്തിലുള്ള ചിന്തയുമായാണ് നാം ജീവിതം ആരംഭിക്കേണ്ടത്. ഇങ്ങനെ ആരംഭിച്ചാലോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവസ്ഥ വളരെ മനോഹരമാണ്. ചരിത്രം, താബിഈകളുടെ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചാൽ മറ്റൊരു കഥ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ജീവിച്ചാലുള്ള സമാധാനമുള്ള അവസ്ഥ എങ്ങനെ തുടങ്ങും? ഒന്നാമത്തെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ തലേ ദിവസം തന്നെ തുടങ്ങി. ഇനി രണ്ടാമത്തെ ദിവസം അവരുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ദിവസം ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മനോഹരമായ ഒരു രംഗം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഷുറൈഹുൽ ഖാദി എന്ന് പറഞ്ഞ മഹാനായ ഒരു താബിഈ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പക്ഷേ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിരിക്കും. ഷുറൈഹ് ഇബ്നു ഷറാഹീൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ, ധീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തനായ ജഡ്ജിയായിരുന്നു അദ്ദേഹം. കൂഫയിലെ പ്രഗത്ഭനായ ജഡ്ജിയായി ചരിത്രം അദ്ദേഹത്തെ എഴുതിയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, നീതിരംഗത്ത് അദ്ദേഹം കാണിച്ച അതിശക്തമായ പ്രവർത്തനങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഖാദി ശുറൈഹ് അദ്ദേഹത്തെ ഒരിക്കൽ ഇമാം ഷഅബി കാണുകയാണ്. ഇമാം ഷഅബി എന്ന് പറഞ്ഞാൽ ഒരു താബിഈ പണ്ഡിതനാണ്. ചരിത്രം മഹാനായ പണ്ഡിതനായി അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം